അപ്പൊ തുടങ്ങാം. ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്തവൻ സീക്രട്ട് ഏജന്റ് അഖിൽ മാല. ഞാനതല്ലാന്ന് എനിക്ക് തെളിയിക്കണം. സത്യമോള് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി എങ്ങനെ തെളിയിക്കും? ഇനിയിപ്പോ ഇതൊന്നും വെച്ച് മുന്നോട്ട് പോകാൻ എനിക്കും പേഴ്സണലി താല്പര്യമില്ല. കാരണം എന്താണെന്നറിയാമോ? എനിക്കിത് ഇഷ്ടമില്ല. പിന്നെ ഈ ചുക്കിനും ചുണ്ണാമ്പിനും പറ്റാത്തവൻ സീക്രട്ട് ഏജന്റ് എന്നുള്ളത് 33 മിനിറ്റും ചില്ലറയുള്ള ഒരു ഇന്റർവ്യൂവിന്റെ 4-5 മിനിറ്റുള്ള ഒരു പോർഷന്റെ അകത്താണ് അഖിൽ മാരാർ ഇതിനെ കുറിച്ച് പറയുന്നത്. അതിനൊന്നുമില്ലേ? മതി വ്യാഖ്യാനിച്ചത്. വ്യാഖ്യാനിച്ച് ജയിക്കാൻ ആർക്കും സാധിക്കും. ആ അഖിൽ മാരാർ എന്ന് പറഞ്ഞ വ്യക്തി പോയിരിക്കുമ്പോൾ അതിൽ സീക്രട്ട് ഏജന്റിനെ കുറിച്ച് ചോദിക്കണം എന്നുണ്ടെങ്കിൽ സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞ വ്യക്തി ചുക്കിനോ ചുണ്ടാമിനോ പറ്റുന്ന ഒരുത്തനായതുകൊണ്ടാണല്ലോ എന്റെ ടോപ്പിക് അവിടെ വരുന്നത്. ആണോ? ഭയങ്കര. ഞാനൊരു വലിയ സംഭവം അല്ലേ? തമിഴിൽ ഏറ്റവും വെണ്ടയ്ക്ക അക്ഷരത്തിൽ ചുക്കിനും ചുണ്ണാമ്പിനും പറ്റാത്തവൻ സീക്രട്ട് ഏജന്റ് അഖിൽ മാരാർ എന്ന് പറയുമ്പോ അതിന്നൊരു വ്യൂവർഷിപ്പ് കിട്ടൂലോ. എനിക്ക് ലക്ഷക്കണക്കിന് ആരാധകരുടെ പിൻബലം ഉള്ളതുകൊണ്ട് അതിനിട്ട് നിങ്ങൾക്ക് കാശാക്കണം. അല്ല എന്ന് പറഞ്ഞാൽ ചുക്കിനും ചുണ്ണാമ്പിനും കൊണ്ടിട്ടാണോ കൊള്ളാഞ്ഞിട്ടാണോ എന്നുള്ള ഡൗട്ട് ഇപ്പൊ എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സമ്മതിച്ചിരിക്കുന്നു നിന്റെ ചങ്കൂറ്റം. ചങ്കൂറ്റമല്ല അവസ്ഥ. അല്ല, ജാസ്മിന് നേരെയായിരുന്നു എല്ലാ സൈബർ അറ്റാക്കും കാര്യങ്ങളും പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ നേരെ സാധനം മൊത്തം സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണന്റെ മുകളിലേക്കാണ് കംപ്ലീറ്റ് സാധനങ്ങളും വന്ന് വീണിട്ടുള്ളത്. എനിക്കറിയാം. നിനക്ക് ഞാനെന്താ ചെണ്ടേ? ഇപ്പോഴത്തെ വേദന കണക്കിലെടുക്കണ്ട. ഒരു 8-8.5 വർഷം കൊണ്ട് എല്ലാം കംപ്ലീറ്റ് ശരിയായിക്കൊള്ളും. ഞാൻ തന്നെ ഇപ്പൊ 10-12 വർഷമായല്ല. നമ്മളൊരു ടോക്കിംഗ് പോയിന്റ് ആവുക എന്നുള്ളതും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കണ്ടന്റ് ക്രിയേറ്റർ അല്ലെങ്കിൽ യൂട്യൂബിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് നല്ലതാണ്. കാരണം എന്റെ കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നല്ലേ. ബിഗ് ബോസ് കഴിഞ്ഞ ഉടനെ സൈഡാവും. ഇതതില്ല. ഇത് ഇവിടുന്ന് സ്പേസ്, അവിടുന്ന് വേറെ, അതിനും പുറത്ത് വേറെ ഗാലക്സി, വേറെ മിൽക്കി വേ എന്നൊക്കെ പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കും. ഇപ്പോഴും ഫ്ലൈയിങ് ഫ്ലൈയിങ് ഓൾവേസ് അപ്പ് ഇൻ ദി എയർ. കരിങ്കൂയിലേ കച്ചേരി വെക്കപ്പോറെ. നല്ലതാണ്, വെരി ഗുഡ്. ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ആയി പോകണം എന്നുള്ളതാണ് എന്റെ മൈൻഡിലുള്ളത്. ഒന്നും പേടിക്കണ്ട, ഒരു കുഴപ്പമില്ല. ഞങ്ങളെല്ലാം കൂടെ ഉണ്ട്, ഫുൾ സപ്പോർട്ട്. ഇനി ഇപ്പൊ ഇത്തിരി നാറിയാലും അത് ഞാൻ അങ്ങോട്ട് സഹിക്കും. ഇപ്പൊ ഉള്ളതിനേക്കാൾ കൂടുതൽ നാറരുതെന്ന് എനിക്ക് പ്രാർത്ഥനയുള്ളൂ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.